വീട്ടിൽ മുറ്റത്ത് വോളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പായലൊക്കെ പിടിച്ചിട്ട് പഴയ ഒരു ഭിത്തി പോലെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കുമല്ലോ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിലോ ഒക്കെ. അപ്പോൾ നമ്മളുടെ ഫാമിൻ്റെ ഒരു മതിലിൻ്റെ ഒരു ഭാഗമാണ് ഇത്. അപ്പം ഈ ഒരു ഭാഗം നല്ല മനോഹരമായിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുവാണ്. ഇത് പഴയ എന്തൊക്കെയോ പോസ്റ്ററൊക്കെ പണ്ട് ഒട്ടിച്ചിരുന്നതും ഒക്കെയാണ് കേട്ടോ. കണ്ടോ എന്തോ ചിഹ്നമൊക്കെ എഴുതിയിരുന്നതാണ് പാർട്ടിയുടെയൊക്കെ. അപ്പം ഇത് ഫുള്ളൊന്ന് വാഷ് ചെയ്യണം, പിന്നെ ഒന്ന് പെയിൻറ്റ് അടിക്കണം, എന്നിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഞങ്ങളിത് എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ലേഡീസിനായാലും അല്ലെങ്കിൽ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വോളിൽ ക്രോസായിട്ട് ഒരു PVCയുടെ പൈപ്പ് പോകുന്നുണ്ട്. അത് മുകളിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആകെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അതിനെയും കൂടി വെച്ചുകൊണ്ട് തന്നെ ഒരു ഡെക്കറേറ്റ് ചെയ്തൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാവേ. അപ്പോൾ ഫസ്റ്റ് തന്നെ വോള് ഫുള്ളൊന്ന് വാഷ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോസ് പലതും മിസ്സിങ് ആണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഗൺ സ്പ്രെയർ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. ഇപ്പോൾ ഫുള്ള് ബ്ലാക്ക് പെയിൻ്റാണ് കേട്ടോ അടിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഒന്നാമത്തെ കാര്യം നമ്മളെപ്പോഴും വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴും പായൽ പിടിക്കാനോ അഴുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്ലാന്റ്സിനൊരു എടുപ്പ് വരാനൊക്കെ ബ്ലാക്ക് കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നുന്നു. വൈറ്റ് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ നമ്മളുടെയൊക്കെ യൂസിനൊക്കെ പെട്ടെന്ന് ചീത്തയാകും. പിന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം പെയിൻറ്റ് ചെയ്ത്. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ അത്ര ഇഷ്യൂ ഉണ്ടാവാൻ തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ബ്ലാക്ക് ഫുള്ള് കവർ ചെയ്യുവാണോ. ഇതിപ്പോൾ 1 ലിറ്റർ പെയിൻ്റാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. സാധാരണ നോർമൽ പെയിൻ്റാണ്. അത് നമ്മൾ ഗണ്ണിലിട്ടിട്ട് ഇതുപോലെ അടിച്ച് ഫുള്ള് കണ്ടോ, ഈ വോള് ഫുള്ള് ഇങ്ങനെ ബ്ലാക്ക് അടിച്ചു. ഇനി ഇതിൻ്റെ എൻഡ് ഭാഗങ്ങൾ കുറച്ച് ബ്രഷ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അത് നമുക്ക് കൈ വെച്ചിട്ട് ബ്രഷ് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ആ ഒരു PVC പൈപ്പ് ഇങ്ങനെ ഒരു വൃത്തികേടായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് അതായത് ഇവിടെ കുറച്ച് യെല്ലോ കളറിൽ പെയിൻ്റാണ് കേട്ടോ അടിക്കുന്നത്. അത് ഫുള്ളായിട്ട് അങ്ങ് ബ്രഷ് ചെയ്യുക ചെയ്യുന്നത്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് അടിക്കുന്നതാണെന്ന് മനസ്സിലായി കാണും, നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് ഒരു ബാംബു ലുക്ക് വരുത്തുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും PVC പൈപ്പ് ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആ PVC പൈപ്പിനെ പിന്നെ വുഡാക്കുക എന്ന് പറയുന്നത് എനിക്കത്ര ഒരു ഈസി ആയിട്ട് തോന്നുന്നില്ല. ഇതാകുമ്പോൾ എനിക്ക് കുറച്ച് ഈസിയാണ്, നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുൾ യെല്ലോ അടിച്ചു. പിന്നെ ഒരു ജസ്റ്റ് ഒരു ഗ്രീൻ ഒരു ലുക്കിന് വേണ്ടിയിട്ടൊരു ഒറിജിനൽ എന്ന് തോന്നിക്കാം. പക്ഷേ അടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് മുള ഇരിക്കുന്ന പോലെ തന്നെ തോന്നത്തുള്ളൂ കേട്ടോ. അതിൽ കുറച്ച് ഇഴക്കയറൊക്കെ വെച്ച് കെട്ടി അതിന് ഒരു ലുക്കൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ ഇടുന്ന ഒരു പൈപ്പും കൂടെ അതിനായിട്ട് ചുമ്മാ അവിടെ ഒന്ന് ജോയിൻ ചെയ്തൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കി ഒന്ന് വൃത്തിയാക്കി എടുത്തു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പല വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അതൊക്കെ നമ്മൾ ഓൾറെഡി കയ്യിലൊക്കെ പെയിൻ്റൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ എടുക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ പല വീഡിയോസും മിസ്സായത്. അങ്ങനെ ഇത്രയൊക്കെ ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം കൊണ്ടല്ല ഞാനിത് ചെയ്തത്, കുറച്ച് ദിവസം എടുത്താണ് ചെയ്തത്. പക്ഷേ ശരിക്കും ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാവുന്ന വർക്ക് ഉള്ളായിരുന്നു. പിന്നെ ഫാമിൽ ജോലിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം ഡിലേ ആവും. പിന്നെ കുറച്ച് ടെറാക്കോട്ടയുടെ പോട്ട്സാണ് കേട്ടോ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. അത് നമ്മളുടെ ടെറാക്കോട്ട കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പഴയ കുറച്ച് ചട്ടിയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഒന്നുകൂടെ കളർ ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. അപ്പോൾ ഈ കുഞ്ഞു ചട്ടികളെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ടെറാക്കോട്ടയുടെ ഫുള്ള് പെയിൻറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഇഴക്കയറൊക്കെ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഹോൾസിൽ കൂടെ ഹാങ് ചെയ്തെടുക്കുവാണ് കേട്ടോ. കണ്ടത് ഇതുപോലെ 4 വശത്തുനിന്നും ഇങ്ങനെ ആ ഹോൾസ് ഉണ്ടല്ലോ, ഓൾറെഡി ഓർക്കിഡ് പോട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ത്രെഡ് വെച്ചിട്ട് ഹാങ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ലുക്കിന് വേണ്ടി ഞാൻ ഈ ഇഴക്കയർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് നമ്മളുടെ പൈപ്പിൽ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പം പൈപ്പിലായതുകൊണ്ട് തന്നെ ഒത്തിരി വെയിറ്റുള്ള ചട്ടികൾ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെറിയ പോട്ട് എടുത്തത്. അതാകുമ്പോൾ നമുക്ക് ഇതിൽ ഒത്തിരി വെയിറ്റ് കയറത്തുമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഭിത്തിയിലിരിക്കുകയും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും. കുഞ്ഞു ചട്ടി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് പ്ലാന്റ്സൊക്കെ വയ്ക്കണം. ഫസ്റ്റ് നമുക്ക് ഇത് ഫുള്ളൊന്ന് ഹാങ് ചെയ്തിടാം. അപ്പോൾ നേരത്തെ ഞാൻ ആ കെട്ടിയ കയറിൽ ഒരു ബ്രെഡ് ടാഗ് ഉപയോഗിച്ചിട്ടൊന്ന് ടൈ ചെയ്ത്
കൊടുത്ത് പോവുകയാണ്. ഈ ചെറിയ പോട്ടുകളെല്ലാം ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെക്കാനായിട്ട് ഞാൻ എടുക്കുന്ന ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡ്സിൽ തന്നെ കോമ്പാക്റ്റ് മിനിയേച്ചർ വെറൈറ്റികളാണ് എടുക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയ പോട്ടാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിവിടെ ഇത്ര കൊച്ചൊരു സ്പേസ് അല്ലേ, അപ്പോൾ വലിയ പ്ലാന്റ്സ് വേണ്ടാന്ന് വിചാരിച്ചു. അത്യാവശ്യം കുറച്ച് ഭാഗം ഷെയ്ഡ് അടിക്കുന്നുണ്ട്. അപ്പം എന്നാൽ നല്ല വെയിൽ ഒരു സ്ഥലത്ത് നിന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ മിനിയേച്ചർ വെറൈറ്റി മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം ഇവിടെ എൻ്റെ എല്ലാം ഡെൻഡ്രോബിയം മൊക്കാറയുടെയൊക്കെ വലിയ പ്ലാന്റ്സ് ആയിരിക്കുന്നത്. അപ്പം മിനിയേച്ചറായിട്ട് കുറച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലെല്ലാം പോട്ട്സ് എല്ലാം ഇളക്കിയിട്ട് അതേപോലെ തന്നെ വെക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഈ പോട്ടി മിക്സ് ഇളക്കിയിടാമായിരുന്നു, പക്ഷേ ഞാൻ ഇളക്കാഞ്ഞത് ഇപ്പം നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തൊണ്ടിന്ന് ഇളക്കാതെ തന്നെ വെക്കുകയാണ്. ഇനി മഴയെങ്ങാനും ആവുകയാണെങ്കിൽ ഒച്ചിൻ്റെ അങ്ങനെ ഇൻഫെക്ഷൻ അങ്ങനെ കൂടുകയാണെങ്കിൽ തൊണ്ട് മാറ്റേണ്ടി വരും. എങ്കിലും ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എനിക്ക് തോന്നുന്നു അത് ഇളക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നല്ല വെയിലുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ട് ഇളക്കിയാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് ഫുൾ അതുപോലെ തന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പോട്ടിൽ നിന്ന് ജസ്റ്റ് ഇളക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ഫുള്ള് നമ്മുടെ കോമ്പാക്റ്റ് മിനിയേച്ചറിൻ്റെ പല പല ഷെയ്ഡുകൾ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലത്തെ പ്ലാന്റ്സ് വെക്കാം. എനിക്കിപ്പോൾ കൂടുതൽ ഓർക്കിഡ്സ് ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് ഓർക്കിഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെക്കാം കേട്ടോ. മണി പ്ലാന്റ്സ് വേണമെങ്കിൽ അത് വെക്കാം. നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്തായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഫേൺസോ എന്തെങ്കിലുമൊക്കെ വെക്കാം. പക്ഷേ ഇവിടെ നല്ല വെയിലടിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഇൻഡോർ ഒന്നും വെക്കാൻ പറ്റത്തില്ല. ഓർക്കിഡാകുമ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നേരത്തെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന കുറച്ച് ടെറാക്കോട്ടയിൽ തന്നെയുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ മദർ പ്ലാന്റ്സ് ആണ്. അതും കൂടി കുറച്ച് താഴെയൊക്കെ വെച്ചു. അങ്ങനെ ഈ ഒരു കോർണർ അത്യാവശ്യം ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി ചിലവൊന്നും ആയിട്ടില്ല. പെയിൻറ്റ് വാങ്ങിക്കുന്ന ഒരു ക്യാഷ് മാത്രമേ ആയിട്ടുള്ളൂ. അതൊന്നും വലിയ റേറ്റും ആവുന്നില്ല. 100-400 രൂപയ്ക്കകത്ത് നമുക്ക് ടെറാക്കോട്ടയുടെ പെയിൻറ്റും അതുപോലെ ബ്ലാക്ക് പെയിൻറ്റും ബ്രഷും എല്ലാം കൂടെ ആയതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് ഫിനിഷായി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടിപൊളിയായെന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതുപോലെ ചെറിയൊരു സ്പേസ് ആയാലും വളരെ മനോഹരമായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇത് ശരിക്കും ഞങ്ങൾ അത്ര ശ്രദ്ധിക്കാതെ കിടന്നൊരു പോർഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.